ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ രാവിലെ ഞാൻ നേരെ കിച്ചൻ്റെ ഡോറൊക്കെ തുറന്ന് കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. കാരണം പുറത്ത് മഴയാണ്, അത്യാവശ്യം മഴയുണ്ട്. അപ്പോൾ മുറ്റടി കാര്യങ്ങളൊന്നും രാവിലെ തന്നെ നടക്കില്ല. അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇഡ്ഡലി മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ദോശയായിട്ട് മാറാനും ചാൻസ് ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, പിള്ളേർക്ക് ഇഡ്ഡലി ഇഷ്ടമില്ല. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ അവർ എണീറ്റിട്ട് അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അത് ചിലപ്പോൾ ദോശയാക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ചധികം മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് പുളിച്ചതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ബാക്കി എടുത്തിട്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് ദോശ ചൂടും കേട്ടോ. മാവ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്ന മാവിൽ നമ്മൾ ഉപ്പിടാറില്ല കേട്ടോ. ചൂടാനെടുക്കുന്ന സമയത്താണ് അതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ചായയൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഴയാണ് പുറത്ത്, നോക്കാം നമുക്ക് എന്തായെന്നുള്ളത്. മഴയൊക്കെ തോർന്നിട്ടുണ്ട് അത്യാവശ്യം. അവിടെ ഇവിടെയൊക്കെ ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഒരു ചെറിയ ഒരു പാത്രത്തിൽ ഒരു തക്കാളിയും അതുപോലെ കുറച്ച് ചുവന്നുള്ളിയും പച്ചമുളകും കൂടി വെളിച്ചെണ്ണയിലൊന്ന് വാട്ടാൻ ഇട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ദോശയ്ക്കുള്ള ചമ്മന്തിയാണ് കേട്ടോ, തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ വാടാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ തക്കാളിയുടെ ഒരു സൈഡ് ഇങ്ങനെ വാടി കിട്ടിയപ്പോൾ അതിനിങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ദോശയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു നാളികേരം ചിരണ്ടി എടുത്തിട്ട് ഈ വാട്ടിയെടുത്ത തക്കാളിയും അതുപോലെ പച്ചമുളകും നമ്മുടെ ഉള്ളിയൊക്കെ കൂടി തേങ്ങയിലിട്ട് അടിച്ച് പുളിയും ഉപ്പൊക്കെ ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുക് വറുത്തിട്ട് ഇതുപോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ പൈപ്പൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകുകയാണ്. ഇത് എപ്പോഴും നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ആകെ അഴുക്ക് പിടിച്ച് വൃത്തികേടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് മാങ്ങ ചെനച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഴുക്കുന്നില്ല. അപ്പോൾ ഇനി അത് പഴുക്കാനായിട്ട് ഒരു വഴിയെന്ന് പറഞ്ഞാൽ അരിയിൽ വെക്കുകയാണ്. അപ്പോൾ ആ മാങ്ങ എടുത്തിട്ട് അരിയിൽ വെക്കുകയാണ്. ഇതും കൂടി വെച്ചിട്ട് വേണം ഉച്ചക്കലത്തെ പരിപാടികൾക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ മാങ്ങ വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് അരിയൊക്കെ എടുത്ത് അടുപ്പത്തിട്ട് കേട്ടോ. ഇനി കറിക്കുള്ള പരിപാടികളാണ് നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് മീൻകാരൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ഈ ചെമ്മീനാണ് കേട്ടോ. ഇതിൽ പകുതി ചെറിയ ചെറിയ മീനും പിന്നെ ഈ ചെമ്മീനും തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് തരത്തിൽ നന്നാക്കി എടുക്കണം. അപ്പോൾ ഈ മീൻ എന്തായാലും കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മീൻ ഫ്രൈ ചെയ്യാം, ചെമ്മീൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തലയും വാലൊക്കെ കളഞ്ഞ് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് പിന്നെ വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അവിടെ പയർ എടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് പയർ ഉപ്പേരി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഒപ്പം കടച്ചക്കയും ചെമ്മീനും കൂടി കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മീൻ പൊരിച്ചെടുക്കുന്നത്. നമ്മുടെ കടച്ചക്ക നന്നാക്കി എടുക്കണം, അതുപോലെ തന്നെ പയറും നന്നാക്കി എടുക്കണം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിട്ടിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇത് പൊരിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്ന് ആകുമ്പോൾ അതിനനുസരിച്ച് അത് ടേബിളിൽ കൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഓരോന്ന് എടുത്തിട്ട് വന്ന് തിക്കും തിരക്കിൻ്റെ ആവശ്യമില്ലല്ലോ.
അപ്പോൾ ഇത് ഞാൻ അരി തിളച്ചോ അരി വെന്തോ നോക്കുകയാണ്, വെന്തിട്ടില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും അങ്ങനെ അരി വെന്തിറങ്ങിയതിന് ശേഷം ചോറായതിന് ശേഷം നമ്മൾ അതിൽ കറി വെക്കാറാണ് പതിവ്. നമ്മൾ കൂടുതലും വിറകടുപ്പ് തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മീൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചോറ് റെഡി ആവാത്തതുകൊണ്ട് നമ്മൾ കറി ഗ്യാസിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ചെമ്മീനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും പിന്നെ കുടപ്പുളിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കടച്ചക്കയും കൂടി അരിഞ്ഞിട്ട് ഇടുന്നുണ്ട്. എന്നിട്ടാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കടച്ചക്ക അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി തിളച്ച് വരുമ്പോൾ നമുക്ക് തിളച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരുന്ന സമയത്ത്, അതുപോലെ കടച്ചക്ക വേവണം. ചെമ്മീൻ അധികം വേവില്ല, കടച്ചക്ക അങ്ങോട്ട് വേവണം. കടച്ചക്കയ്ക്കും അധികം വേവില്ല, എന്നാലും ഇതൊന്ന് വറ്റി കുറുകണം. ആ ഒരു സമയം നമുക്ക് അതിലേക്ക് തേങ്ങയിൽ മല്ലിപ്പൊടി ചേർത്ത് വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളിയും അതുപോലെ വേപ്പിലയും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഒഴിച്ചാൽ നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പയർ ഉപ്പേരി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ. ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളി, വറ്റൽമുളക്, വേപ്പില ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ പയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് പയർ ഇന്ന് അരിഞ്ഞാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഇങ്ങനെ ഒടിച്ചൊടിച്ചല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ സമയം കുറഞ്ഞതുകൊണ്ട് തന്നെ പയർ അരിഞ്ഞെടുത്തു. അപ്പോൾ അത് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട കറിയിലേക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കുകയാണ്. തേങ്ങയും അതുപോലെ മല്ലിപ്പൊടിയും കൂടി, തേങ്ങ ഒന്ന് ഇത് കളർ മാറിയതിന് ശേഷമാണ് ശരിക്കും മല്ലിപ്പൊടി ഇടേണ്ടത്. പക്ഷേ നമുക്ക് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് അങ്ങോട്ട് വറുത്തു. അതുപോലെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച് ഒന്ന് വരുമ്പോഴേക്കും നമ്മളിതേ ഈ വാട്ടി വെച്ചിട്ടുള്ള നമ്മുടെ വേപ്പിലയും ഉള്ളിയും കൂടി താളിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്കുള്ള എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. പയറും ഈ കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചോറ് ടേബിളിൽ വന്നു കഴിഞ്ഞു. എക്സ്ട്രാ ഒരു പയറുപ്പേരിയും കൂടി അതിൽ കാണാം. അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഉച്ചക്കലത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. അപ്പോൾ പുറത്ത് മഴയൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം കേട്ടോ.